കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിസ്മയം തീർത്ത, വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറി, വികസനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമാണ്: ഉമ്മൻചാണ്ടി. മറ്റുള്ളവർ വികസനം നടത്തിയിട്ടില്ല എന്നല്ല, പക്ഷേ ഉമ്മൻചാണ്ടിയോളം കേരളത്തെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സംശയം പലരും പ്രകടിപ്പിക്കും. കാരണം 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, ആ ഭരണകാലത്താണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിക്കുള്ള അവാർഡ് അങ്ങ് ബഹ്റൈന്റെ മണലാരണ്യത്തിൽ നിന്നും വാങ്ങി അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, അന്ന് ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിക്കുള്ള അവാർഡുമായി ഈ സംസ്ഥാനത്തിന്റെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പൂമാലയായിരുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷം നൽകിയത്. അദ്ദേഹത്തിന് പകരം കണ്ണൂരിൽ കല്ലെറിഞ്ഞ അദ്ദേഹത്തിന്റെ നെറ്റി തകർക്കുന്നത് കേരളം കണ്ടതാണ്. അതുമാത്രമായിരുന്നില്ല, സോളാർ കേസിന്റെ പേര് പറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വേട്ടയാടിയ സംസ്ഥാനമാണ് കേരളം. ഒരു വേട്ടപ്പട്ടിയെ പോലെ ഉമ്മൻചാണ്ടിയെ കടിച്ചു കീറിയ ആളുകൾക്ക് പിന്നീട് പശ്ചാത്താപം ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, അതായത് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ MLA ആണ്. അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറുമായുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു വ്യക്തി ഇല്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടിക്ക് എന്നും പുതുപ്പള്ളിയായിരുന്നു ഏറ്റവും വലുത്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അദ്ദേഹം പുതുപ്പള്ളിയിൽ എത്തുമായിരുന്നു. സോളാർ കേസിൽ വിവാദമായ ഒരു കത്തുണ്ട്. കേരള രാഷ്ട്രീയം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം, 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാവെന്നോ പകലെന്നോ ചൂടെന്നോ തണുപ്പെന്നോ വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ ഓടി നടന്ന ഒരു മുഖ്യമന്ത്രി. അധികാരത്തിലേറി 100 ദിവസത്തിനകം മൂലമ്പള്ളിയിലെയും ചെങ്ങറയിലെയും ഭൂസമരം ഒത്തുതീർപ്പാക്കിയ മുഖ്യമന്ത്രി. ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് വേണ്ടി പിറന്നു വീഴുന്ന മക്കൾക്ക് ചെവി കേൾക്കാൻ വഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പാൻ കേരളത്തിലെ ബാറുകൾ അടച്ചുപൂട്ടിയ മുഖ്യമന്ത്രി. കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ ആരംഭിച്ച മുഖ്യമന്ത്രി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ച മുഖ്യമന്ത്രി. കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിസ്മയം തീർത്ത ആ മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ കേരളത്തിന്റെ മണ്ണിൽ നടത്തിയ സമരം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. എന്തായാലും സോളാർ കേസിൽ വിവാദമായ കത്ത് വിഷയത്തിലാണ് പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വന്നത്. ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും തന്നെ സ്നേഹിച്ചതുപോലെയാണ് തന്റെ പിതാവ് ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനെയും സ്നേഹിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്നിട്ടും സോളാർ കേസിൽ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായെന്നും ചാണ്ടി ഉമ്മൻ ചോദിച്ചിരുന്നു. ഇത് ചർച്ചയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വിശദീകരണവുമായി ഗണേഷ് കുമാർ രംഗത്ത് വന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ സോളാർ കേസിൽ സകലമാന ആളുകളും അദ്ദേഹത്തെ കുത്തിവലിക്കാൻ ശ്രമിച്ചപ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടുകൂടി താൻ ജനകീയ കോടതിയിൽ അന്തിമ വിജയം നേടുമെന്ന് പറഞ്ഞ മുന്നോട്ട് പോയ ആ മുഖ്യമന്ത്രിക്ക് ഒടുവിൽ ജനകീയ കോടതിയിൽ നിന്നും, രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു, ആശ്വാസം ലഭിച്ചു, അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഉമ്മൻചാണ്ടിയെ പിന്നീട് വീണ്ടും 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 കല്ലെറിയാൻ സഹായം ചെയ്തു കൊടുത്ത ആളാണ് ഇന്നത്തെ മന്ത്രി ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ പിന്നീട് കോൺഗ്രസുമായി തെറ്റി ഇടതുപാളയത്തിലെത്തി. പത്തനാപുരത്ത് കോൺഗ്രസിന് നാഴികക്ക് 40 വട്ടം തെറി പറയാൻ നടക്കുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി, ആ വകുപ്പ് മന്ത്രി ഭരിച്ചത് കൊണ്ട് മാത്രമാണ് KSRTC ഇത്ര മുന്നോട്ട് പോയതെന്നാണ് അയാളുടെ അഹങ്കാരം. എന്നാൽ അങ്ങനെയല്ല. കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ലാഭകരമാക്കാൻ, അതിന് ലാഭം ലഭിക്കാൻ, അതിൽ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കാൻ, അതിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതികൾ, നിരവധിയായ പദ്ധതികൾ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ KSRTC കേരളത്തിന്റെ ഖജനാവിനെ തിന്നുന്ന വെള്ളയാനയാണെന്ന് നിരവധി തവണ ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KSRTCയിലെ ജീവനക്കാരുടെ സുവർണകാലമായിരുന്നെന്ന് KSRTCയിലെ തൊഴിലാളികൾ തന്നെ ഇപ്പോൾ പറയും. എന്തായാലും KB ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു മാടമ്പി മന്ത്രി, നിലവിലെ ആ മാടമ്പി മന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും
അദ്ദേഹത്തിന്റെ മുന്നണിയിലെ ആളുകൾ പോലും അത് വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു കെടാവിളക്കായി ഉമ്മൻചാണ്ടി കത്തിജ്വലിച്ചു നിൽക്കും. ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്ന ആളുകളാണ് KB ഗണേഷ് കുമാർ. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിന്റെ ആശയും ആവേശവും പ്രത്യാശയും പ്രതീക്ഷയുമായിരുന്നു. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തെ ഭരണമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമെന്ന 50 വർഷക്കാലം കഴിഞ്ഞ ഏതെങ്കിലും ഒരു ചരിത്രകാരൻ കേരളത്തിന്റെ ചരിത്രം എഴുതിയാൽ അന്ന് ആ ചരിത്ര പുസ്തകത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ചരിത്രകാരിൽ ഒരാളായ ബാബു പോൾ പറഞ്ഞതാണ്. അത്തരത്തിൽ നിരവധിയായ വികസനം കേരളത്തിന് സമ്മാനിച്ച തിരുവനന്തപുരം തടക്കം തിരുവനന്തപുരത്തെ വിഴിഞ്ഞൻ പോർട്ടും, കണ്ണൂരിലെ വിമാനത്താവളവും, എറണാകുളത്തെ മെട്രോ റെയിലും, പാലക്കാട്ടെ മെഡിക്കൽ കോളേജും ഉൾപ്പെടെ കൊയിലാണ്ടിയിലെ ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമ്മാനിച്ച ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കല്ലെറിഞ്ഞ ഗണേഷ് കുമാറിനുള്ള മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ജനങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് മാത്രമുള്ള കേരള കോൺഗ്രസ് ബാലകൃഷ്ണപ്പള്ളി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് B എന്ന ഗണേഷ് കുമാറിന്റെ പാർട്ടിയെ നിലം തൊടാതെയാണ് പത്തനാപുരത്തെ ജനങ്ങൾ പറപ്പിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ഒരംഗം പോലും ഇപ്പോൾ ആ കേരള കോൺഗ്രസ് Bക്കില്ല. അത്തരത്തിൽ കേരള കോൺഗ്രസ് Bയുടെ നിയമസഭയിലെ ഏക അക്കൗണ്ടായ പത്തനാപുരം അക്കൗണ്ട് കൂടി പത്തനാപുരത്തെ ജനങ്ങൾ പൂട്ടിക്കാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തെ ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി എന്ന ഗണേഷ് കുമാറിന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തിരിയാൻ പോകുകയാണ്.